ഈ വർഷം സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന പടം കൂലി. ഈ സിനിമ ഇതൊരു രജനീകാന്ത് പടം എന്നുള്ളതുപോലെ തന്നെ ഇതൊരു ലോകേഷ് കനകരാജ് പടം എന്നുള്ള രീതിയിലും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചു. ഈ സിനിമയെ കുറിച്ച് പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല, പക്ഷെ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊരു ലോകേഷ് കനകരാജിന് ഇതിന് മുമ്പ് വന്ന സിനിമകൾ, ഇപ്പം വിക്രം, കൈദി, മാസ്റ്റർ, ഏറ്റവും അവസാനം വന്ന ലിയോ ആണെ പോലും ഈ 4 സിനിമകളുടെ അത്രയൊന്നും പടം അങ്ങോട്ട് ഒത്തിട്ടില്ല. കൈദി, മാസ്റ്റർ, വിക്രത്തെക്കാൾ ഇച്ചിരി താഴ്ന്നു കിടന്ന പടമാണ് ലിയോ. പക്ഷെ മേക്കിങ്ങിന്റെ കാര്യത്തിൽ ലിയോയുടെ അത്രയും പോലും വന്നിട്ടില്ല. പക്ഷേ നിങ്ങളൊരു കടുത്ത രജനി ആരാധകനാണ്. രജനി ആരാധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പടയപ്പ, ഭാഷ തുടങ്ങി ഇങ്ങോട്ട് 90s കാലഘട്ടത്തിലെ രജനീകാന്തിന്റെ സിനിമകൾ കണ്ട് ഇങ്ങോട്ടുള്ള ഫാനായിരിക്കില്ല. രജനീകാന്ത് തമിഴ് സിനിമയെ റൂൾ ചെയ്ത കാലഘട്ടം മുതൽ, അതായത് ഒരു 70s കാലഘട്ടത്തിന്റെ അവസാനം 80s തുടങ്ങി ഇങ്ങോട്ട് രജനീകാന്തിന്റെ ഓരോ സിനിമകളും കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വാഗ് എന്താണ്, അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കിയ കടുത്ത ആരാധകൻ. പ്രത്യേകിച്ച് 80s കാലഘട്ടത്തിലെ ആ ഒരു സ്റ്റൈലിൽ നിന്നും പുള്ളി ഒരുപാട് മാറ്റം വരുത്തി 90s കാലഘട്ടത്തിൽ വന്നപ്പോൾ. അങ്ങനെ രജനീകാന്തിന്റെ ഓരോ സ്റ്റൈലിന്റെയും ഓരോ സിനിമകളുടെയും ഫീൽ എന്താണെന്ന് മനസ്സിലാക്കി വന്ന ഒരു കടുത്ത രജനി ആരാധകനാണെങ്കിൽ ഈ പടം ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. എനിക്കതുകൊണ്ട് ഈ സിനിമ കണ്ടതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. മറിച്ച് എനിക്കിതിൻ്റെ അകത്ത് ഒരുപാട് സീനുകൾ നന്നായിട്ട് ഇഷ്ടപ്പെടാത്തതും ഒരുപാടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ സിനിമ ഒരു ഗംഭീര പടമാണെന്നും അല്ല പറയുന്നത്. എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ മസ്റ്റ് വാച്ച് എന്നും പറയുന്നില്ല. പക്ഷെ ഒരു രജനി ആരാധകൻ, രജനിയുടെ ഒരു ഓറയുണ്ട്. രജനിയുടെ 80s 90s കാലഘട്ടത്തിലെ വിൻറ്റേജ് രജനിയുടെ ഒരു ഫീലുണ്ട്. അത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയവർക്ക് ഈ സിനിമ ശരിക്കും നല്ലൊരു അനുഭവമായിരിക്കും തരുന്നത്. കാരണം ആ തരത്തിലുള്ള ഒരു രജനീകാന്തിനെയാണ് ലോകേഷ് ഈ സിനിമയ്ക്കകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു കഥയുമാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പം കഥയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല. പണ്ട് മുതൽ നമ്മൾ തമിഴ് സിനിമയിൽ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ പടങ്ങളിൽ കണ്ടുവന്ന തരത്തിലുള്ള സെയിം അപ്രോച്ചിലുള്ള കഥ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഈ സിനിമ കേരളത്തിൽ പറയുന്ന പോലെ ഹിറ്റൊന്നും ആകിയല്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഉള്ള ഏരിയകളിൽ ഈ പടം നല്ല രീതിയിൽ ഹിറ്റാവാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫോർമാറ്റിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പടത്തിന്റെ കഥയിലേക്ക് വരുമ്പം രജനി ഇതിൻ്റെ അകത്ത് ദേവ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ നല്ലവനായിട്ടുള്ള ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ സത്യരാജാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, നല്ല നൻപൻ. ആ നൻപനെ കൊല ചെയ്യുന്നു. നൻപന്റെ മകളായിട്ടാണ് നമ്മുടെ ശ്രുതിഹാസൻ. നൻപനെ കൊന്നവരെ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ടിപ്പിക്കലി നമ്മൾ കണ്ടുവന്ന ആ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അത് ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് രജനി ചെയ്തിരിക്കുന്നത്. അങ്ങനെ കഥ തുടങ്ങുമ്പം രജനിയുടെ സിമ്പിൾ ഒരു ഇൻട്രൊഡക്ഷൻ സീനാണ്. അത് കണ്ടപ്പം എനിക്ക് നമ്മുടെ പേട്ട സിനിമയിലെ രജനിയുടെ അതേ ഇൻട്രൊഡക്ഷൻ സീൻ കോപ്പി അടിച്ച പോലെ തോന്നി. അതെനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ നൈസായിരുന്നു കണ്ടിരിക്കാൻ. അങ്ങനെ പടം തുടങ്ങി. സത്യരാജിൻ്റെ ക്യാരക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ആ ക്യാരക്ടർ കൊലപ്പെടുന്നു. അത് രജനീകാന്ത് ഈ ക്യാരക്ടർ അറിയുന്നു. അങ്ങനെ ഈ സത്യരാജിൻ്റെ മക്കളെ ശ്രുതിഹാസനെ താഴെയുള്ള 2 അനുജത്തിമാരെയും സംരക്ഷിക്കുന്ന ഒരാളായിട്ട് ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ രജനീകാന്തിന്റെ ക്യാരക്ടർ വരുന്നു. അങ്ങനെ ഈ വില്ലന്മാരെ ഫോക്കസ് ചെയ്ത് രജനി ഇവരുടെ സംഗീതത്തിലേക്ക് പോകുന്നതാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഇവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും കാര്യങ്ങളും ഒക്കെയാണ് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം ഏകദേശം ഒരേ റേഞ്ചിലാണ് പടം പോകുന്നത്. ചില നേരത്തങ്ങ് ഹൈ ആവും, ചില സ്ഥലത്തങ്ങ് ലോ ആവും. ഹൈ ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹൈ ആണ്. നല്ല കിടിലൻ ഫൈറ്റും കിടിലൻ മാസ് സീനുകളും ഒക്കെ ആയിട്ടാണ്. ഈ ലോ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കണ്ടുവന്ന പേട്ടയുടെ മുമ്പ് കണ്ട സിനിമകൾ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ജയിലറിൻ്റെ അകത്തൊക്കെ ഒരുപാട് സീനുകൾ കോപ്പി അടിച്ച പോലെയോ അല്ലെങ്കിൽ ആ സെയിം രീതിയിൽ ആ സെയിം തരത്തിലുള്ള ഒരുപാട് സീനുകൾ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും എല്ലാം നിറഞ്ഞുണ്ട്. അപ്പം അങ്ങനെയുള്ള സീനുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ പ്രേക്ഷകർക്ക് അതങ്ങ് പിടിക്കാതെ വരുന്നു. ആ ഒരൊറ്റ കാര്യമാണ് ഈ സിനിമയ്ക്കകത്തൊരു നെഗറ്റീവ് പറയാനുള്ളത്. അതായത് ഇതിൻ്റെ കഥയുടെ കാര്യത്തിൽ മാത്രമാണ്, കഥയും ലോകേഷിൻ്റെ മേക്കിംഗ് സ്റ്റൈലും ആണ് ഇതിൻ്റെ അത്ര നെഗറ്റീവ് പറയാനുള്ളൂ. മേക്കിംഗ് സ്റ്റൈൽ മോശമാണെന്നല്ല, പക്ഷെ ലോകേഷ് കനകരാജിൻ്റെ ഇതിൻ്റെ മുമ്പുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുതുമയുള്ളൊരു മേക്കിംഗ് സ്റ്റൈൽ ഇതിൻ്റെ അകത്ത് തോന്നിയില്ല. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ
കിടിലൻ പടമാണ്. രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ എന്താണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലൻ മാസ് സീനുകളുണ്ട്, ഒരുപാട് മാസ് സീനുകൾ. പ്രത്യേകിച്ച് രജനി ആരാധകർക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ശരിക്കും ഒരു രജനീകാന്ത് ആരാധകർക്ക് മാത്രം വേണ്ടിയുള്ള സിനിമയാണ്, അല്ലാത്തവർക്ക് ഈ സിനിമ പിടിക്കുകയില്ല. അങ്ങനെയുള്ള കടുത്ത ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഒരുപാട് സീനുകളുണ്ട്. അങ്ങനെ കടുത്ത രജനി ആരാധകർക്ക് ഈ സീനുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആവേശം കൊള്ളിക്കും. ഇതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രാഫ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് പ്ലസ് പോയിന്റുകൾ പറയാനാണെങ്കിൽ അനിരുദ്ധ് BGM കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൂടുതലായിട്ട് ഹെവി സെറ്റപ്പിൽ ചെയ്യാനായിട്ടുള്ളതില്ലായിരുന്നു. പക്ഷെ ഈ സിനിമയുടെ ഒരു വേവിന് പറ്റിയ രീതിയിലുള്ള കിടിലനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഗിരീഷ് ഗംഗാധരന്റെ നല്ല കിടിലൻ ഫ്രെയിംസ്, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നല്ല അടിപൊളി ഷോട്ടുകളായിരുന്നു. പിന്നെ ഇതിന്റെ കളർ ഗ്രേഡിങ് നൈസായിരുന്നു. അത് നമ്മൾ സ്ഥിരം കണ്ടുവന്ന ലോകേഷിന്റെ ഇതിന് മുമ്പുള്ള സിനിമകളിലെ തന്നെ ഒരു ബ്ലൂ വാം ട്യൂണിലുള്ള ഒരു കളർ ഗ്രേഡിങ് ആണ് ചെയ്തേക്കുന്നത്, അത് നൈസായിരുന്നു. പിന്നെ ഇതിന്റെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു എഡിറ്ററാണ്. അപ്പൊ ഞാൻ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഇതിൻ്റെ അകത്ത് എഡിറ്റർക്ക് വലിയ പണിയില്ലല്ലോ, വലിയൊരു സംഭവം ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തു. പക്ഷെ ക്ലൈമാക്സിലാണ് ഫിലോമിൻ രാജ് നല്ല രീതിയിൽ പണിയെടുത്തേക്കുന്നത്. നല്ല പോളപ്പൻ കട്ടിങ്സ് ആണ്. ആ കട്ടിങ്സ് കൊണ്ടാണ് ക്ലൈമാക്സിന് അത്രയും ഫീല് വന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ കാസ്റ്റിങ് ഗംഭീര കാസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ അത് മെയിനായിട്ടും രജനീകാന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സൗബിനെ ക്യാരക്ടർ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗാർജുനയുടെ ക്യാരക്ടർ, നാഗാർജുന ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ട്, ലോകേഷ് എൻ്റെ ഉള്ളിലെ ഡാർക്ക് ഷെയ്ഡ് പുറത്ത് കാണിച്ചു എന്ന്. സത്യം തന്നെയാണ്, നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട്, അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ വിക്രം സിനിമയ്ക്കകത്തൊക്കെ കണ്ടതിൻ്റെ ഹാങ് ഓവർ പോലെ തന്നെയാണെങ്കിൽ പോലും ഈ സിനിമയ്ക്കകത്ത് ആ സീന് ഗംഭീരമായിരുന്നു. ആ നടി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇതിൻ്റെ അകത്തൊരു ഫൈറ്റ് സീനുണ്ട്, അത് നമ്മുടെ ലിയോ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ പഴയ തമിഴ് ഹിറ്റായിട്ടുള്ളൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റ് സീനാണ്. ഈ ലിയോയ്ക്കകത്ത് അത് പക്ക ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് പക്ക ഒരു നാടൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സിനിമയുടെ ആ ഒരു മൂഡിനോട് ഉതകുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് സീനാണ്. അവിടെ ഒരു ലോകേഷ് സിഗ്നേച്ചർ എനിക്ക് ഫീൽ ചെയ്തു. ഉപേന്ദ്ര ശരിക്കും ഞെട്ടിക്കും, ശരിക്കും ആർപ്പ് വിളിച്ച് കൈയടിക്കാനുള്ള സെറ്റപ്പിലാണ് എൻ്റെ അത് ഉപേന്ദ്രയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമീർ ഖാന്റെ ഈ ക്യാരക്ടർ പലരും റോളക്സിനോട് താരതമ്യപ്പെടുത്തുന്നുണ്ട്, സൂര്യ ചെയ്ത റോളക്സിനോട്. പക്ഷെ അത് അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അമീർ ഖാന്റെ റേഞ്ച് എന്താണോ ആ റേഞ്ച് പക്കാ രീതിയിൽ കിടുവായിട്ടാണ് ലോകേഷ് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സൂര്യ ദുഷ്ടനായിട്ട് ഒക്കെ കലിപ്പനായിട്ടുള്ളൊരു വില്ലനാണെങ്കിൽ അമീർ ഖാൻ ഇതിൻ്റെ അകത്ത് ചിരിച്ച് കൂളായിട്ടുള്ളൊരു വില്ലനാണ്. അത് അമീർ ഖാന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിനും മുഖത്തിനോടും എല്ലാം സാദൃശ്യം തോന്നുന്ന നല്ലൊരു ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. അത് അമീർ ഖാൻ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അമീർ ഖാൻ വരുന്ന സീന്. മോനെ ക്ലൈമാക്സ്, നിങ്ങളൊരു രജനി ഫാനാണോ, കൊടുത്ത പൈസയുടെ ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്, ഒരുപാട് ലാഗ് അടിപ്പിച്ച്. പക്ഷെ ഞാനൊരു പക്ക രജനി ഫാനാണ്. എനിക്ക് ഈ സിനിമ ഇടയ്ക്കെന്നൊക്കെ വന്ന മാസ് സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ദഹിച്ചു. പക്ഷെ ക്ലൈമാക്സിലുള്ള സാധനം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഈ സിനിമ ഓർത്തായ പോലെ ഫീൽ ചെയ്തു. അമ്മാതിരി ഐറ്റമായിരുന്നു. അമീർ ഖാനും രജനീകാന്തും ഉപേന്ദ്രയായുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. ആ പൊളപ്പനൈറ്റം ഒരുമിച്ച് ഇന്ന് വീടി വലിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ റേഞ്ച് സാധനം, തീ ഐറ്റം. ക്ലൈമാക്സ് വേറെ ലെവലായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ലോകേഷും രജനീകാന്തും കൂടി ഒരുമിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തരത്തിലുള്ള ഒരു വൗ ഫാക്ടർ ഒന്നും സിനിമയ്ക്കകത്തില്ല. ശരിക്കും ഒരു ബ്രില്യൻ്റ് പടമോ ഒന്നുമല്ല. ലോകേഷിൻ്റെ ഇതേ വരെ വന്ന സിനിമകളിൽ കുറച്ച് ഡൗൺ ആയിപ്പോയ പടമാണ്. പക്ഷെ മോശം സിനിമയല്ല. രജനി ആരാധകർക്ക് ഇഷ്ടപ്പെടാനുള്ള സംഭവങ്ങളൊക്കെ പടത്തിൻ്റെ അകത്തുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ആവറേജ് പടം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.